കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടുന്ന് നമുക്ക് ദാനമായി നൽകിയ എല്ലാ ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അവിടുത്തെ കഴിയാത്ത ഒരു കാര്യമില്ല. സ്വർഗത്തിലെ ദൈവം കാര്യങ്ങളെ സാധിപ്പിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ നാം തയ്യാറാകുമെങ്കിൽ നമ്മുടെ കാര്യവും വ്യവഹാരവും നീതിയും നടത്തിത്തരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സാമീപ്യം എല്ലാ നാടും നമ്മളോട് കൂടെ ഇരിക്കും. ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടത്തില്ലെന്ന് പറഞ്ഞത് നമ്മുടെ ദൈവം മാത്രമാണ്. ഏത് സാഹചര്യത്തിലും കൈവിടാത്ത ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. അവിടുത്തെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമാണ്. രാവിലെ അവിടുത്തെ ദയയും രാത്രി തോറും അവിടുത്തെ വിശ്വസ്തതയും വർണ്ണിപ്പാൻ സർവശക്തനായ ദൈവം നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്താൻ, അവിടുത്തെ മുമ്പാകെ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവണം. ഭൂമിയും അതിൻ്റെ അധോഭാഗങ്ങളും യഹോവയുടെ കയ്യിലിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട്. ചിന്തിക്കാത്ത വൻ കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് വേണ്ടി മുഴക്കുമ്പോൾ വെളിപ്പെട്ടു വരുന്നത്. ദൈവം തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു. നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത വൻ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് അവിടുത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ ഇന്ന് പകലിലും ചിന്തിക്കാത്ത വൻ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ദൈവം ഉണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പകൽ, കർത്താവേ, എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ തലമുറകൾക്ക് വേണ്ടിയും ഒന്ന് മുഴക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ഈ പകലിലും അവിടുത്തെ ശബ്ദം നമുക്ക് വേണ്ടി മുഴങ്ങും. മൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന യഹോവയുടെ ശബ്ദം അത് വനങ്ങളുടെ തോലൊലിക്കുന്നു. കാദേശ് മരുവിനെ നടക്കുന്നു. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ആ ശ്രേഷ്ഠ ശബ്ദം ഇന്നും പകലും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. ധൈര്യത്തോടെ പറ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു എന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ആ പുത്രത്തിൻ്റെ അവകാശം അവിടുന്ന് നമുക്ക് നൽകിയതിനാൽ സ്തോത്രം ചെയ്യാം. ഏത് സമയത്തും അടുത്തിയല്ലാൻ അവിടുത്തെ പാദപീഠം മാത്രമേ ഉള്ളൂ. ഇന്ന് പകലും അവിടുത്തെ മുൻപാകെ നമുക്കൊന്ന് സമർപ്പിച്ച്, കർത്താവേ, അങ്ങയുടെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ. അത് നമ്മളെ ബലപ്പെടുത്തുന്ന ശബ്ദമാണ്. നമ്മുടെ തളർച്ചകളെ മാറ്റുന്ന ശബ്ദമാണ്. ആത്മാവിൽ നമ്മെ ശക്തീകരിക്കുന്ന ശബ്ദമാണ്. ഉളവാക്കുന്ന ശബ്ദമാണ്. പൈശാചിക മേഖലകൾ അലറിയോടുന്ന ശബ്ദമാണ് ദൈവത്തിൻ്റെ ശബ്ദം. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. പെരുവെള്ളങ്ങളൊക്കെ ഇരച്ചാലും അതിനെയൊക്കെ വെല്ലുന്ന കർത്താവിൻ്റെ ശബ്ദം ഇന്ന് പകൽ മുഴങ്ങുകയാണ്. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യൂ. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നു എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കൂ. ദൈവപ്രവർത്തി ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടുന്ന പ്രത്യേക നിമിഷമാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. കർത്താവിൻ്റെ ശബ്ദം മുഴങ്ങുന്നു. ഞാനത് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ആ ശബ്ദമൊന്ന് തിരിച്ചറിയട്ടെ. നിങ്ങളുടെ കുടുംബത്തിനകത്തൊന്ന് തിരിച്ചറിയട്ടെ. നിങ്ങളുടെ സഭയ്ക്കകത്ത് ആ ദൈവശബ്ദം ഒന്ന് തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയത്തെ ചിന്തയ്ക്കായി നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ഞാൻ യെരൂശലേമിലെത്തി. അവിടെ 3 ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോട് കൂടെയുള്ള ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റു. ഞാൻ യെരൂശലേമിൽ എത്തി. പ്രാർത്ഥിക്കുന്നവന് ചില ദൗത്യങ്ങൾ കൈമാറുന്ന ദൈവം.
പണിയാൻ ഉപയോഗിക്കുന്ന ദൈവം. ഉപവസിച്ച് കരഞ്ഞ യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടന്നത് അറിഞ്ഞപ്പോൾ, ആ വാർത്ത കേട്ടപ്പോൾ കരയാൻ തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, കരയുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം, ഇടിഞ്ഞുപോയ നിന്റെ പ്രാർത്ഥനകൾ, ആരാധനകൾ, വിശുദ്ധ ജീവിതം, അഭിഷേകം ഈ ദിവസങ്ങളിൽ പണിയാൻ പ്രാർത്ഥിക്കുന്ന ഒരുവൻ എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവനെ പണിയാൻ വേണ്ടി എഴുന്നേൽപ്പിക്കും. മതിലിടിഞ്ഞ പ്രാർത്ഥനയുടെ മതിലിടിഞ്ഞു കിടക്കുന്നു. ജീവിതത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു. ഇടിഞ്ഞു കിടന്നാൽ സാരമില്ല, കുഴപ്പമില്ല എന്ന് പറയുന്നവരെ അല്ല ദൈവം നോക്കുന്നത്. ഇടിഞ്ഞു കിടന്നത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ ഉപവസിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. നല്ല ജോലിയുള്ള മനുഷ്യനാണ്, കൊട്ടാരത്തിൽ പ്രധാന പാനപാത്രവാഹകനാണ്. രാജാവിന് വൈൻ കൊടുക്കുന്നതിന് മുമ്പ് അത് പരിശോധിക്കേണ്ട ചുമതല ഈ നെഹമ്യാവിനുണ്ട്. അത്ര ഹൈ പൊസിഷനിൽ ഇരിക്കുമ്പോഴും സഹോദരങ്ങളെ, ഇടിഞ്ഞതോർത്ത് കരയുന്ന, ഇടിഞ്ഞതോർത്ത് നിലവിളിക്കുന്ന, ഇടിവുകളെ പണിയുന്ന, ദൈവമുമ്പാകെ താഴ്ത്തുന്ന ഒരു ഭക്തനെയാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തിരയുന്നത്. സഹോദര, സഹോദരി, നിന്റെ വീട്ടിലെ ഇടിവുകൾ കണ്ട് നീ എഴുന്നേൽക്കണം, നീ പ്രാർത്ഥിക്കണം, നീ ആരാധിക്കണം. പ്രാർത്ഥന ഇടിഞ്ഞിരിക്കുകയാണോ? കുടുംബജീവിതത്തിലെ തകർച്ചകൾ ഇന്ന് പകൽ ഇടിവായി കാണുന്നു. പലതും ഇടിഞ്ഞു കിടക്കുകയാണ്. അതിലൂടെ പിശാച് അകത്ത് കയറും. അതുകൊണ്ടാണ് നെഹമ്യാവിന് മനസ്സിലായത്, ഞാൻ ഇനി ഇവിടെ നിൽക്കാനുള്ളവനല്ല. താൻ പ്രാർത്ഥിച്ചു, തൻ്റെ മൈൻഡ് ഇടിഞ്ഞു പോയി. രാജാവ് ചോദിച്ചെന്താണ്? നിനക്ക് മനോവിഷമമാണല്ലോ. അതാണ് സബ്ജക്റ്റ്. നെഹമ്യാവ് പറയും, രാജാവേ, ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും? എൻ്റെ പിതാക്കന്മാരുടെ ദേശത്ത് തകർന്നു കിടക്കുന്ന മതിലുകൾ, തീ വെച്ച് ചുട്ട് നശിപ്പിക്കപ്പെട്ട വാതിലുകൾ, അതിൻ്റെ ശൂന്യാവസ്ഥകൾ അതോർക്കുമ്പോൾ എനിക്ക് കരയാതിരിക്കാൻ പറ്റില്ല. അതെനിക്ക് മൈൻഡിനെ വല്ലാതെ പിടിച്ചു കുലുക്കി എന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവ് നെഹമ്യാവിനോട് പറയുക, നിനക്ക് എത്ര നാൾ അവധി വേണം? എത്ര ദിവസം വേണം? ഞാൻ നിന്നെ അയക്കാം. പ്രാർത്ഥിക്കുന്നവനെ ചില നിയോഗത്തോടെ അയക്കുന്ന സ്വർഗത്തിലെ രാജാവ്. നിന്റെ കുടുംബ ജീവിതമാണോ, തലമുറകളാണോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിന്റെ പ്രയർ ലൈഫാണോ, എവിടൊക്കെ ഇടിഞ്ഞിട്ടുണ്ടോ, ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. അത് കേരളത്തിലാണോ, നീ ആയിരിക്കുന്ന ദേശത്താണോ, അവിടേക്ക് നിന്നെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യിപ്പിക്കാനുണ്ട്. നിന്റെ ചർച്ചിൻ്റെ ഇടുവാണോ, അതിന് നിന്നെ ദൈവം യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തയ്യാറുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ നെഹമ്യാവ് യെരൂശലേമിൽ എത്തി. സ്തോത്രം. ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് താൻ ചെയ്യേണ്ട പ്രവൃത്തി താൻ ചെയ്തു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇടിവുകളെ കണ്ടിട്ട് നിരാശപ്പെട്ട് പുറകോട്ട് പോയില്ല. എന്നെ കൊണ്ട് കഴിയത്തില്ലെന്നല്ല പറഞ്ഞത്. നോക്കിയപ്പോൾ അതുപോലെ ഇടിഞ്ഞു കിടക്കുക. വെല്ലുവിളി ശക്തമാണ്. സ്തോത്രം. ചണ്ടിക്കൂമ്പാരമായി കിടക്കുന്ന സബ്ജക്റ്റാണ്. നെഹമ്യാവ് പിന്മാറിയില്ല. നെഹമ്യാവ് രാത്രിയിൽ എഴുന്നേൽക്കാൻ തയ്യാറായി. എവിടൊക്കെയാണ് ഇടിവെന്ന് താൻ വ്യക്തമായി മനസ്സിലാക്കി സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് സ്റ്റെപ്പ് എടുത്തത്. പ്രാർത്ഥിക്കുന്നവനെ പണിയിപ്പിക്കുന്ന ദൈവം, പ്രാർത്ഥിക്കുന്നവനെ പൂർത്തീകരിപ്പിക്കുന്ന ദൈവം. പ്രാർത്ഥിക്കുന്നവൻ പൂർത്തീകരണം കാണും. പ്രൈസ് ദി ലോർഡ്. കാണിക്കത്തില്ലെന്ന് നിന്നെയും നിന്റെ തലമുറയെയും നോക്കി പിശാച് വെല്ലുവിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ സന്ദേശം കൈമാറുന്നു. പ്രാർത്ഥിക്കുന്നവൻ അടിസ്ഥാനം ഇടുക മാത്രമല്ല, ഇട്ട അടിസ്ഥാനത്തിന്റെ പൂർത്തീകരണം കാണത്തക്ക രീതിയിൽ ദൈവാത്മാവ് ഉപയോഗിക്കുന്നു. കാരണം താനൊരു പ്രഖ്യാപനം നടത്തി. ഇടിഞ്ഞത് സത്യമാണ്, തീ വെച്ച് ചുട്ടത് നശിപ്പിച്ചപ്പെട്ടത് സത്യമാണ്. പക്ഷേ ഞങ്ങൾ നിരാശപ്പെടില്ല. കാരണം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യങ്ങളെ സാധിപ്പിക്കും.
അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്ന് പറഞ്ഞ് യെരൂശലേമിൽ എത്തിയത് ഇത് കണ്ടിട്ട് തിരിച്ചു പോകാനല്ല. പ്രിയ സഹോദരങ്ങളെ, ഇടിവുകൾ കണ്ടിട്ട് തിരിച്ചു പോകുന്ന ഒരു സമൂഹത്തെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇടിവുകൾ കണ്ടിട്ട് പണിയാൻ തയ്യാറുള്ള, പ്രാർത്ഥനയിൽ, അഭിഷേകത്തിൽ, ആത്മനിയോഗത്തോടെ ചിലത് പണിയാൻ, ദൈവ ശബ്ദം കേട്ട് ചിലത് പണിയാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കുക. യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ നെഹമ്യാവ് യെരൂശലേമിലെത്തി. പിന്നീട് പണി പൂർത്തീകരിച്ചു. അടിസ്ഥാനമിട്ടതിനെതിരെ തടസ്സങ്ങൾ ഉന്നയിച്ച ശക്തികൾ നോക്കി നിൽക്കെ അവരുടെ വായ കൊണ്ട് തന്നെ വിളിച്ചു പറയിപ്പിച്ചു, ഇത് അവരുടെ ദൈവത്തിൻ്റെ കൈയാൽ സാധ്യമായി എന്ന് പറയത്തക്ക രീതിയിൽ ദൈവാത്മാവ് ചില കുടുംബങ്ങളെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കും. പ്രാർത്ഥിക്കുന്ന ചിലരെ ഇന്ന് പകൽ ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരിക. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്യൂ. ഇടിവുകൾ എത്ര അസങ്കീർണമാകട്ടെ, ദേശം പറയട്ടെ ഇത് നടക്കില്ല, ശത്രു പറയട്ടെ ഇത് പണിയാൻ പറ്റില്ല, പക്ഷേ ദൈവം പറയുന്നു നിന്നെ കൊണ്ട് ഞാനത് പണിയിപ്പിക്കും. പ്രാർത്ഥിക്കുന്നവരെ ഇന്ന് പകൽ ദൈവം ഉപയോഗിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നെഹമ്യാവിനെ പോലെ ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകുമോ? ദൈവത്തോട് ചോദിക്കർത്താവേ, ഇതിങ്ങനെ കിടന്നാൽ പറ്റില്ല, ഈ ഇടിവുകൾ നന്നായേ പറ്റുള്ളൂ, എന്നെ അതിനുവേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയാൻ തയ്യാറാകൂ. ദൈവാത്മാവ് നിങ്ങളെ ഉപയോഗിക്കുക. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ഇടിവുകളെ നന്നാക്കുന്ന, ഞങ്ങളുടെ തകർച്ചകളെ മാറ്റാൻ ഞങ്ങളെ ഉപയോഗിക്കുന്ന, കരയുന്നവനെ ശക്തീകരിച്ച് പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിച്ച ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ വെളിപ്പെട്ട് വന്നിരിക്കാൻ സ്തോത്രം. തടസ്സങ്ങളെ, വെല്ലുവിളികളെ കണ്ടിട്ട് പിന്മാറുന്നവരല്ല, സ്വർഗത്തിലെ ദൈവം കാര്യങ്ങളെ സാധിപ്പിക്കുമെന്ന് പ്രഖ്യാപനം ചെയ്യാൻ ഞങ്ങളെ ഇടയാക്കണമേ. യെരൂശലേമിലെത്തി, എത്തേണ്ടടുത്തെത്തി, ചെയ്യേണ്ടത് ചെയ്യാൻ അവിടുന്ന് ഞങ്ങളെ നിയോഗിച്ചിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ മുമ്പോട്ട് പോകും. നമ്മുടെ ദൈവം ചിലത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇടിവുകളെ നന്നാക്കാൻ, തകർന്നതിനെ പണിയാൻ, ചിലതിനെ തിരിച്ചു വരുത്താൻ, ശരിയായ ട്രാക്കിൽ വരുത്തേണ്ടതിനെ അതിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു. പ്രാർത്ഥിക്കൂ. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ചില ചെയ്യിപ്പിക്കാനുണ്ട്. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസപ്പിച്ചു.